എൽ ഡി എഫിലെ 8 കക്ഷികൾക്ക് ഒരു MLA പോലുമില്ല. അതിലൊരു കക്ഷി ഇപ്പോൾ 2ആയി പിളർന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും ഇവർക്ക് വ്യാകുലതയില്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തർക്കം അവസാനിപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കണം. LDF യോഗം വിളിച്ചു കൂട്ടണം. ഇപ്പോൾ ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് ഏറെ നാളായി അത് ആ സ്ഥാനത്തേക്ക് ആരും ഇതുവരെ വന്നിട്ടില്ല. അത് മനസ്സിലാക്കാൻ കഴിയുന്നത് CPM-ഉം CPI-യും തമ്മിലുള്ളൊരു തർക്കമാണ്. ഇന്നലെ കൂടുമെന്ന് പറഞ്ഞു, ഇന്നിപ്പോൾ അത് ഇന്നലെ ഇത് മാറ്റിവെച്ചു, ഇന്നത്തേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ RJDയുടെ ഒരു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള CPM CPI തർക്കം കാണുമ്പോൾ ഇതത്ര ഗൗരവമുള്ള കാര്യമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇതിൻ്റെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ചേർന്നിട്ടില്ല. ജൂൺ 15-ാം തീയതി LDF യോഗം ചേരും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 1 മാസം വൈകി. നിയമസഭയുടെ ആദ്യ സമ്മേളനം കഴിഞ്ഞിട്ട് പോലും നിയമസഭാ കക്ഷി യോഗം ചേർന്നില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിൽ പിന്നെ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് ഒരു സംയുക്ത പ്രക്ഷോഭത്തിന് സാധ്യമായില്ല. അപ്പോൾ ഇതാണോ ഗൗരവമുള്ളൊരു പ്രശ്നം? നിയമസഭയിൽ ഒരു മുറി കിട്ടുമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള ഈ തർക്കം ഒരർത്ഥമില്ലാത്തതാണ്. LDFിലെ 8 കക്ഷികൾക്ക് ഒരു MLA പോലുമില്ല. അതിലൊരു കക്ഷി ഇപ്പോൾ 2ആയി പിളർന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും ഇവർക്ക് വ്യാകുലതയില്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തർക്കം അവസാനിപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കണം. LDF യോഗം വിളിച്ചു കൂട്ടണം. ഇപ്പോൾ CPI അവരുടേതായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അവർ പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ പരാജയം സംഭവിച്ചെങ്കിലും CPI കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു CPM-നേക്കാൾ. അങ്ങനെയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ അവകാശവാദം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ CPIക്കാണോ ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടേണ്ടത്? CPIയും സ്ഥാനങ്ങൾ പങ്കുവെക്കാൻ ശീലിക്കണം. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് 2022-ൽ RJDയുടെ രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞപ്പോൾ CPI പറഞ്ഞത് അത് ഞങ്ങൾക്ക് വേണമെന്നാണ് പറഞ്ഞത്. മറ്റു പല പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് CPI പറഞ്ഞ ന്യായം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞുപോയി. അതുകൊണ്ട് കേരളത്തിലുണ്ടാകുന്ന RJDയുടെ ഈ ഒഴിവിൽ അവർക്ക് വേണമെന്ന് പറഞ്ഞ് അവരാ സീറ്റ് കരസ്ഥമാക്കി. 2024-ൽ CPIയുടെ ബിനോയ് വിശ്വം രാജ്യസഭ ഒഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഏത് കക്ഷിയുടെ രാജ്യസഭാ സീറ്റാണ് ഒഴിഞ്ഞത് ആ കക്ഷിക്ക് കൊടുക്കണം എന്നാണ്. അങ്ങനെ ആ സീറ്റും CPI കരസ്ഥമാക്കി. അങ്ങനെ 2 വർഷത്തിനുള്ളിൽ 2 സീറ്റുകൾ രാജ്യസഭാ സീറ്റുകൾ അവർ നേടിയെടുത്തു. അതോടുകൂടി എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ LDFിലെ രാജ്യസഭയുടെ വീതം വെപ്പിൻ്റെ സമവാക്യങ്ങൾ ആകെ തകിടം മറിഞ്ഞു. നേരത്തെ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ 2ാമത്തെ സീറ്റ് എപ്പോഴും മുഖ്യ കക്ഷി കഴിഞ്ഞാൽ മറ്റു പാർട്ടികൾക്ക് കൊടുക്കും. അങ്ങനെയാണ് അന്ന് LDFിലുണ്ടായിരുന്ന ജനതാദളിൻ്റെ അരങ്ങൽ ശ്രീധരൻ, RSPയുടെ NK പ്രേമേന്ദ്രൻ, കേരള കോൺഗ്രസിൻ്റെ വക്കച്ചൻ മറ്റത്തിൽ തുടങ്ങിയവരൊക്കെ MP-മാരായത്. പക്ഷേ ഇപ്പോൾ 2 സീറ്റും CPI സമ്പാദിച്ചതോടുകൂടി ആ സമവാക്യം ആകെ മാറി മറിഞ്ഞു. അതുകൊണ്ട് എല്ലാം പങ്കിടണം എന്ന് CPI സെക്രട്ടറി പറയുമ്പോൾ പങ്കിടാൻ അവരും ശീലിക്കണം. ഇപ്പോൾ പ്രവീൺ ചോദിച്ച പോലെ വിജയ ശതമാനത്തിൻ്റെ കാര്യത്തിലും ആർക്കും ഒന്നും അവകാശപ്പെടാനില്ല. CPM 90 സീറ്റ് മത്സരിച്ചു, അവർ 25 സീറ്റ് ജയിച്ചു. CPI 25 സീറ്റ് മത്സരിച്ചു, അവർ 8 സീറ്റ് ജയിച്ചു. ഞങ്ങൾ 3 സീറ്റ് മത്സരിച്ച് ഞങ്ങൾ 1 സീറ്റ് ജയിച്ചു. വിജയ ശതമാനം നോക്കിയാൽ ആർക്കാണ് ഇതിൽ അവകാശം പറയാനുള്ളത്? വലിയ തകർച്ചയുണ്ടായിട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ വൈകുന്നത് മുന്നണിയെ ദുർബലപ്പെടുത്തും. ഞാൻ ശ്രീ TP രാമകൃഷ്ണനെ 3 ആഴ്ച മുമ്പ് വിളിച്ച് ആവശ്യപ്പെട്ടതാണ് LDF യോഗം വിളിക്കണം. ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ നിയമസഭാ കക്ഷി യോഗവും ചേർന്നിട്ടില്ല, അതും അടിയന്തരമായിട്ട് ചേരേണ്ടതാണ് അല്ലേ?
നിയമസഭാ കക്ഷി യോഗം ആദ്യത്തെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ട് പോലും ചേർന്നില്ല. ഇനി എപ്പോഴാണ് കൂടുന്നത്?